ഈ വീഡിയോയിൽ മസ്കിറ്റോ നെറ്റ്സിനെ റിവ്യൂ ചെയ്യാൻ പോവാണ്. മസ്കിറ്റോ നെറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാന്ന് വെച്ചാൽ കൊതുക് കാരണം ഡെങ്കു, മലേറിയ ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് സേവ് ചെയ്യും. പക്ഷെ കുറെ പേര് ഈ മസ്കിറ്റോ നെറ്റ്സിനെ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹോൾസ് വീഴാറുണ്ട്, സിപ്പ് ബ്രേക്ക് ആവും, സ്റ്റിച്ചിങ് ക്വാളിറ്റി കൊള്ളത്തില്ല, ഇങ്ങനെ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് മാർക്കറ്റിൽ ബെസ്റ്റ് റേറ്റിംഗ്സ് ആൻഡ് ഗ്രേറ്റ് റിവ്യൂസ് ഉള്ള ഈ 7 മസ്കിറ്റോ നെറ്റ്സിനെ എടുത്ത് ഇതിലുള്ള ബെസ്റ്റ് മസ്കിറ്റോ നെറ്റ് നിങ്ങളോട് പറയാൻ പോവാണ്. ഇതിൽ ഈ 5 നെറ്റ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ബിലോ 1000 റുപ്പീസിൽ കിട്ടും. ആൻഡ് ഇത് പ്രീമിയം നെറ്റ്സ് ആണ്. ഇതിന്റെ പ്രൈസ് അബവ് 1000 റുപ്പീസ് ആണ്. ഈ 2 നെറ്റ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസ് നമുക്ക് ലാസ്റ്റിൽ കാണാം. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി ഇതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നൊന്ന് കമന്റ് ചെയ്യുക. ഇവിടെയുള്ള എല്ലാ മസ്കിറ്റോ നെറ്റ്സ് കാണാൻ സിമിലർ ആയിട്ട് തന്നെ ഉണ്ട്, ബട്ട് ഇതിലും കുറെ ഡിഫറൻസസ് കാണും. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഈവാഫ്ലൈ മസ്കിറ്റോ നെറ്റിന്റെ സിപ്പ് ക്വാളിറ്റി, സ്റ്റിച്ചിങ് ക്വാളിറ്റി ആൻഡ് സിപ്പിന്റെ ഈസ് ഓഫ് യൂസ് ആയാലും ഒരിക്കലും കൊള്ളത്തില്ല. ആൻഡ് ഇതിന്റെ സിപ്പ് സിംഗിൾ സൈഡഡ് ആണ് ആൻഡ് ക്ലോത്തും കീറിപ്പോയിട്ടാണ് വന്നത്. അങ്ങനെ തന്നെ ഞാൻ കിങ് സൈസ് ഓർഡർ ചെയ്തപ്പോൾ ക്വീൻ സൈസ് കിട്ടി. സോ ഈ നെറ്റ് കമ്പയർ ചെയ്യുന്നത് വേസ്റ്റ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റി വെച്ചു. ഇനി റിമൈനിങ് ഈ 4 നെറ്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നെറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. യൂഷ്വലി നെറ്റിന്റെ ക്വാളിറ്റി ഈ മെഷ് ത്രെഡ്സിന്റെ മേലിൽ ഡിപ്പെൻഡ് ആവും. എത്ര കൂടുതൽ ത്രെഡ്സ് ഉണ്ടാ അത്രയും സ്ട്രോങ് ആണെന്ന് പറയാം. സോ നെറ്റ് ക്വാളിറ്റി അറിയാൻ വേണ്ടി എല്ലാ നെറ്റ്സിനെ സൂം ചെയ്ത് ഫോട്ടോ എടുത്തു. ആൻഡ് ഇതിൽ എത്ര ത്രെഡ്സ് യൂസ് ചെയ്തെന്ന് കൗണ്ട് ചെയ്തു. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത ക്ലാസിക്കൽ ട്രിപ്പിൾ ത്രെഡഡ് ഡിസൈൻ, ട്രയാക്റ്റീവ് ആൻഡ് ഒഡോമസിൽ ഡബിൾ ത്രെഡഡ് ഡിസൈൻ യൂസ് ചെയ്തു. പക്ഷെ സുപ്രീമോണിൽ സിംഗിൾ ത്രെഡ് ഡിസൈനേ ഉള്ളൂ. ഇനി ക്ലാസിക് മസ്കിറ്റോ നെറ്റിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ക്ലോത്ത് മെറ്റീരിയലിന്റെ പോലെ ഉണ്ട്. പക്ഷെ റിമൈനിങ് എല്ലാ നെറ്റ്സ് കുറച്ച് റഫ് ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ പ്രീമിയം സെഗ്മെന്റിലുള്ള ഈ 2 നെറ്റ്സിനെ കണ്ട ക്ലാസിക് ട്രിപ്പിൾ ത്രെഡഡ് ഡിസൈൻ ആൻഡ് വെർഡിയോസ് ഡബിൾ ത്രെഡഡ് ഡിസൈൻ കൊണ്ടാണ് വരുന്നത്. ആൻഡ് നെറ്റ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രാച്ച് ടെസ്റ്റും ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നൈഫ് എടുത്ത് എല്ലാ നെറ്റ്സിനെ 10 ടൈംസ് സ്ക്രാച്ച് ചെയ്തു. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ 4 ടൈംസ് വരെ എല്ലാ നെറ്റ്സും കൊള്ളാന്ന് പറയാം. പക്ഷെ 5th ടൈം തൊട്ട് സുപ്രീമോൺ കീറാൻ തുടങ്ങി. എന്നാന്ന് വെച്ചാൽ ഇതിൽ സിംഗിൾ ത്രെഡഡ് ഡിസൈൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കീറിപ്പോയി. ആൻഡ് റിമൈനിങ് എല്ലാം 10 ടൈംസ് സ്ക്രാച്ച് ചെയ്താലും ഒന്നും പറ്റിയില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഈ മസ്കിറ്റോ നെറ്റ്സ് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും സിപ്പ് ശരിക്കും വർക്ക് ആവുന്നില്ല എന്ന് കുറെ പേര് റിവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിനു വേണ്ടി സിപ്പ് ഈസ് ഓഫ് യൂസും ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സിപ്പിനെ ഫാസ്റ്റ് ആയിട്ട് 5 ടൈംസ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്യുക. എന്നാന്ന് വെച്ചാൽ സിപ്പ് എത്ര ഫാസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് ഓപ്പൺ ആവുന്നോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ ടെസ്റ്റ് റിസൾട്ട്സിനെ കണ്ട ഒഡോമസ് ആൻഡ് സുപ്രീമോൺ സിപ്പിനെ 5 ടൈംസ് ഈസി ആയിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തു. പക്ഷെ ക്ലാസിക്കിനെ 3 ടൈംസ് മാത്രമേ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റി. പക്ഷെ കുറച്ച് സപ്പോർട്ട് കൊടുത്താൽ ഇത് നന്നായിട്ട് തന്നെ ക്ലോസ് ആവുക. ആൻഡ് ലാസ്റ്റ് ട്രയാക്റ്റീവ് ആണെങ്കിൽ സിപ്പ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ കുറെ പ്രാവശ്യം സ്റ്റക്കായി. ആൻഡ് കുറച്ച് സപ്പോർട്ട് എടുത്ത് ട്രൈ ചെയ്തപ്പോൾ സിപ്പും ഫെയിൽ ആയി. ഇപ്പൊ സിപ്പ് ക്വാളിറ്റി ചെക്ക് ചെയ്താൽ ഇവിടെ കണ്ട ക്ലാസിക് മെറ്റൽ സിപ്സ് കൊണ്ടാണ് വരുന്നത്. റിമൈനിങ് നെറ്റ്സ് എല്ലാം പ്ലാസ്റ്റിക് സിപ്സ് കൊണ്ടാണ് വരുന്നത്. അങ്ങനെ തന്നെ ട്രയാക്റ്റീവ് ആൻഡ് ഒഡോമസ് നെറ്റ്സിൽ എക്സ്ട്രാ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതുള്ളത് കൊണ്ട് നൈറ്റ് ടൈം ഫോൺസ് ഓർ AC റിമോട്ട്സിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ആൻഡ് എല്ലാ നെറ്റ്സും വാഷബിൾ മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. സോ ഇതെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു ടബിൽ സോക്ക് ചെയ്ത് പതുക്കെ വാഷ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നെറ്റ് സ്മെൽ വരാതെ നീറ്റ് ആയിട്ടിരിക്കും. കുറെ പേര് വിചാരിക്കും ഈ മസ്കിറ്റോ നെറ്റ്സ് ഇട്ടാ എയർ ഫ്ലോ കുറയുമെന്ന്. സോ അതുകൊണ്ട് ഞാൻ ഈ നെറ്റ്സ് എല്ലാം പ്ലേസ് ചെയ്ത് എയർ ഫ്ലോ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫാൻ സ്പീഡിനെ 3ൽ വെച്ച് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി ഈ എയർ ചെക്കിംഗ് ഡിവൈസ് വെച്ച് ടെസ്റ്റ് ചെയ്യുക. ഇതിൽ ഞങ്ങൾക്ക് CMM കാണിക്കും. CMM എന്ന് പറഞ്ഞാൽ ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ്. ഈ റീഡിംഗ് കൂടുതലുണ്ടെങ്കിൽ എയർ ഫ്ലോ കൂടുതലുണ്ടെന്ന് അർത്ഥം. ഈ ടെസ്റ്റ് റിസൾട്ട്സിനെ കണ്ട ഒഡോമസ് ആൻഡ് സുപ്രീമോണിൽ ഹയസ്റ്റ് റീഡിംഗ് റെക്കോർഡായി.
സോ നെറ്റ്സ് പ്ലേസ് ചെയ്ത് കിടന്നാലും എയർ ഫ്ലോ നന്നായിട്ടിരിക്കും. പക്ഷെ ട്രയാക്റ്റീവ് ആൻഡ് ക്ലാസിക് നെറ്റ്സിൽ എയർ ഫ്ലോ കുറച്ച് കുറവാണ്. എന്നാന്ന് വെച്ചാൽ ഇതിൽ ട്രിപ്പിൾ ആൻഡ് ഡബിൾ ത്രെഡഡ് ഡിസൈൻ ഉള്ളതുകൊണ്ട്. ഇപ്പൊ പ്രീമിയം സെഗ്മെന്റിലുള്ള മസ്കിറ്റോ നെറ്റ്സ് കണ്ട ഫസ്റ്റ് ക്ലാസിക് ആൻഡ് നെക്സ്റ്റ് വെർഡിയോസ്. ഈ ക്ലാസിക് മസ്കിറ്റോ നെറ്റിനെ ഞങ്ങൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. പക്ഷെ റെഗുലർ ആൻഡ് പ്രീമിയമിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് റൗണ്ട് ടൈപ്പ് ആണെങ്കിൽ ഇത് വൈഡർ ആയിട്ട് വരും. ആൻഡ് ഈ നെറ്റിനെ ബെഡിന്റെ മേളിൽ പ്ലേസ് ചെയ്താൽ പുറത്തുനിന്ന് 3 വേസിൽ അകത്ത് കയറാം. ഈവൻ ഇതിന്റെ എഡ്ജസ് ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ട് വരുന്നത് കാരണം ബെഡിൽ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവും. സോ കൂടുതൽ ഹൈറ്റ് ഉള്ളവർ അല്ലെങ്കിൽ കിഡ്സ് ഉള്ളവർ ഈ ടൈപ്പ് ഓഫ് മസ്കിറ്റോ നെറ്റ് നന്നായിട്ട് യൂസ് ആവും. ആൻഡ് ഇതും എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നെക്സ്റ്റ് വെർഡിയോസ് നെറ്റിനെ ചെക്ക് ചെയ്ത പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ കൊണ്ട് കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ട്. ഇതും എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. സോ ഫൈനലായിട്ട് ടെസ്റ്റ് എല്ലാം ഒബ്സർവ് ചെയ്ത് ചെക്ക് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആണ് ക്ലാസിക് മസ്കിറ്റോ നെറ്റ്. എന്നാന്ന് വെച്ചാൽ ഇതിൽ ട്രിപ്പിൾ ത്രെഡഡ് ഡിസൈൻ ഉള്ളത് കൊണ്ട് നെറ്റ് ഡ്യൂറബിലിറ്റി കൂടുതൽ കാണും. ആൻഡ് ഇത് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇനി ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ ഒഡോമോസ് മസ്കിറ്റോ നെറ്റ്. ഇതും എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ആൻഡ് ഇതിൽ എക്സ്ട്രാ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രീമിയം സെഗ്മെന്റിൽ ക്ലാസിക് മസ്കിറ്റോ നെറ്റ് കൊള്ളാം. ഇത് വൈഡ് ആയതുകൊണ്ട് നീളമുള്ളവർക്ക് അല്ലെങ്കിൽ പിള്ളേർ ഉണ്ടെങ്കിൽ ഇത് വളരെ യൂസ് ആവും. ഇനി ഇതിൽ 3 വേസിൽ സിപ്പിനെ ഓപ്പൺ ചെയ്ത് അകത്ത് കയറാം. അങ്ങനെ തന്നെ ഇത് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി എല്ലാ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക്സ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് പ്രൈസിൽ ഒരു ഡിഫറൻസ് കാണത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ കുറച്ച് സപ്പോർട്ട് കിട്ടും. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.